വീണ് കിട്ടുന്ന ഓരോ യാത്രയും പോകണം എന്നുള്ളതാണ് ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ അനുഭവം. വെറുമൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ് ഞങ്ങൾ. എങ്കിലും ഈ സ്ഥലത്തെത്തിയപ്പോൾ അതൊരു അഡ്വഞ്ചർ ട്രിപ്പായി മാറിയത് എത്ര പെട്ടെന്നാണ്. ചേർത്തല അഘോര ജിം ഗ്രൂപ്പിൻ്റെ 10 മണി ബാച്ചിൻ്റെ സൂപ്പർ ട്രിപ്പ്. ഏത് നിമിഷവും പെയ്തേക്കാവുന്ന മഴയെ പ്രതീക്ഷിച്ച് മഴക്കോട്ടുകളുമായിട്ടാണ് ഞങ്ങളുടെ യാത്ര. തൊടുപുഴയ്ക്കടുത്ത് തൊമ്മൻകുത്തിനടുത്തുള്ള ആനചാടിക്കുത്തുന്ന വെള്ളച്ചാട്ടം. ആ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തണമെങ്കിൽ ചില്ലറ പാടൊന്നുമല്ല. എങ്കിലും ഞങ്ങൾക്കും അതിന് സാധിച്ചു എന്നുള്ളതാണ് ഭയങ്കര സന്തോഷം. സാഹസികമായ ഒരു ആണെന്ന് തന്നെ പറയാം. പാറ കയറി മുകളിൽ ചെല്ലുമ്പോൾ മനോഹരമായ വെള്ളച്ചാട്ടം കാണാം. ആ വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴി ഒരു 1.5 വഴിയാണ്. അത്രമാത്രം സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പണി കിട്ടാവുന്ന ഒരു വഴി. പാറയുടെ സൈഡിൽ പടവുകളൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും അത്യാവശ്യം നല്ല കയറ്റം തന്നെയാണ്. എങ്കിലും ഞങ്ങൾ വലിഞ്ഞു പിടിച്ച് അതിൻ്റെ മുകളിൽ കയറിപ്പറ്റി. ഏറ്റവും മുകളിൽ ചെന്നപ്പോൾ കാഴ്ചകൾ കണ്ടപ്പോൾ നീതു ജാൻസേച്ചിയോട് ചോദിക്കുന്നുണ്ട്, നല്ല വൈബല്ലേ ചേച്ചി? അപ്പോൾ ജാൻസേച്ചി പറയുന്നുണ്ട്, നല്ല വൈബൊക്കെയാണ്, പക്ഷേ ആ കയറ്റം ഒരു 1.5 കയറ്റമായിരുന്നു. പോകുന്നതിന് മുമ്പ് ഈ സ്ഥലത്തിൻ്റെ പേര് ആനയടിക്കുത്ത് എന്നാണ് കേട്ടത്. അവിടെ ചെന്ന് എന്താണ് ഈ സ്ഥലത്തിൻ്റെ കറക്റ്റ് പേര് എന്ന് ചോദിച്ചപ്പോൾ പലയിടത്തും ആന ചാടിക്കുത്ത് എന്ന് എഴുതി വച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, പണ്ട് കാലത്ത് ആനയൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നൊരു സമയത്ത് ആനകൾ തമ്മിൽ ഇടിയൊക്കെ വെച്ചിട്ട് ചത്തിട്ടുണ്ട്. ഒത്തിരി ആനകൾ വീണ് മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതിന് ആന ചാടിക്കുത്ത് എന്ന് പേര് വന്നതെന്നാണ് ആ ചേട്ടൻ നമ്മളോട് പറഞ്ഞത്. പാറ കയറിയ ക്ഷീണവും എവിടെ തുടങ്ങണം എങ്ങോട്ട് പോകണം എന്നറിയാത്ത ഇരിപ്പാണ് ഈ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളച്ചാട്ടം കാണുമ്പോൾ ആ വെള്ളത്തിനൊക്കെ ഭയങ്കരമായ മാസ്മരിക ശക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളെങ്ങോട്ട് വല്ലാതെ അതിലേക്കിങ്ങനെ വലിച്ചടിപ്പിക്കുന്ന പോലെ തോന്നാറുണ്ട്. എത്ര അപകടമാണെന്ന് വിചാരിച്ചാലും നമ്മളറിയാതെ ചെന്ന് ചേരുന്ന ഒരു മാസ്മരികമായ ശക്തി. ഇന്നത്തെ കാലത്ത് അമീബയും ബാക്ടീരിയയും ഒക്കെ നമുക്ക് ഒരു പേടി സ്വപ്നമാണെങ്കിലും ഇതുപോലുള്ള വെള്ളച്ചാട്ടങ്ങൾ കണ്ടാൽ എങ്ങനെയാണ് നമുക്ക് ഇറങ്ങാതിരിക്കാനാവുക? വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതൊരു ലഹരി പോലെയാണ്. പിന്നെ നമുക്കതിൽ നിന്ന് കയറി വരാനേ തോന്നില്ല. വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടരികിലായിട്ട് ഒരു ചെറിയ കടയുണ്ട്. അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങാൻ പോകുന്നവർക്ക് ഡ്രസ്സ് മാറാനും ബാത്റൂം സൗകര്യവും ഒക്കെ ഈ കടക്കാരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് കയറി വരുമ്പോൾ ചൂട് ചുക്ക് കാപ്പിയും പലഹാരങ്ങളും പഴംപൊരിയും ഒരുപാട് പലഹാരങ്ങളൊക്കെ ആയിട്ട് അവരിങ്ങനെ പൊരിച്ച് കോരിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് അഡ്വഞ്ചർ ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ട് എല്ലാവരും. ആനചാടിക്കുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ മാസ്മരിക വലയത്തിൽ നിന്നും രക്ഷപ്പെട്ട് ഡ്രസ്സൊക്കെ മാറി ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് എല്ലാവരും തിരിച്ച് ആ കുന്നിറങ്ങുകയാണ്. കുന്നല്ല, ശരിക്കും അതൊരു വലിയൊരു പാറക്കെട്ടാണ്. അപ്പോൾ താഴേക്ക് ഇറങ്ങുന്നത് മുകളിലേക്ക് കയറിയതിനേക്കാൾ കൂടുതൽ റിസ്ക്കാണ്. സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ ചിലപ്പോൾ അടിപതറി ഒരുപാട് താഴേക്ക് വീഴും. അപ്പോൾ വളരെ ശ്രദ്ധാപൂർവമാണ് ഞങ്ങൾ ഓരോ കാലും എടുത്തു വെക്കുന്നത്. നമ്മുടെ ലൈഫിലെ ഓരോ ദിവസത്തെയും ടെൻഷൻ മറന്നുള്ള കുറച്ച് നിമിഷങ്ങൾ, കുറച്ച് സമയങ്ങൾ, അതാണ് ഈ യാത്രയുടെ ലക്ഷ്യവും ഉദ്ദേശവും. വെള്ളത്തിനുള്ളിലെ തണുപ്പും പാറക്കെട്ടിലെ കാറ്റൊക്കെ ഏറ്റ് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മറ്റൊരിടത്തേക്ക് യാത്രയാകുമ്പോൾ ഞങ്ങളെ കാത്തിരുന്നത് ഇതിലും വലിയൊരു സാഹസികതയായിരുന്നു. അടുത്ത വീഡിയോയിലൂടെ നമുക്കത് കാണാം.